ഹായ്, ഞാൻ അജയ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഫുട്ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. നേരിട്ട് വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. ഒരു പൈസയും കൊടുക്കണ്ട, ഒരു പൈസ അവിടെ ഇല്ല. അതായത് ഇവിടെ ഈ ബ്രിഡ്ജിൽ കയറുന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കാനോ അങ്ങനത്തെ ഒരു എൻട്രി ഫീസോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ നേരെ ആലപ്പുഴ, അതായത് ബോട്ടിങ്ങിനോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റാവശ്യങ്ങൾക്കായിട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. അതായത് ഫുട്ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് വരും. നേരെ ലൊക്കേഷൻ ഇട്ടുക, നേരെ ഇങ്ങോട്ട് വരും. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഒരു 200 മീറ്റർ അകത്തോട്ട് കയറണം. ഒരു ചെറിയ വഴിയാണ്. കാറൊക്കെ കയറി വരും, പക്ഷേ റോഡൊക്കെ അത്യാവശ്യം പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ പെട്ടെന്നാരും ശ്രദ്ധിക്കത്തില്ല ആ റോഡ്. നേരെ നിങ്ങൾ അകത്തോട്ട് ഇങ്ങനെ ലൊക്കേഷൻ ഓണാക്കി നേരെ കയറി വന്നാൽ മതി. എന്നിട്ട് ബൈക്ക് പിന്നെ അവിടെ വെച്ചിട്ട് കുറച്ച് അകത്തോട്ട് നടക്കണം, കായലിൻ്റെ സൈഡിൽ കൂടെ. ഇതേ പോണ് അടുപ്പിച്ച് ബോട്ടുകൾ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ അത്യാവശ്യം വലിയ ബോട്ടാണ്. ഇതിനകത്ത് മറ്റേ പാർട്ടി അങ്ങനെ ഫംഗ്ഷന് അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടത്തുള്ളൂ. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതിനകത്ത്. ഇതാ പോണ് അടുത്ത ബോട്ട്. ഇതാണ് ബ്രിഡ്ജിൻ്റെ കാഴ്ച. ഇപ്പോൾ സമയം ഒരു 7 മണി ഒക്കെ ആയതേ ഉള്ളൂ. ഇതാ ഇവിടെ വന്നാൽ രാവിലത്തെ കാഴ്ചയാണ്. ഇങ്ങനെ ധാരാളം ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്ന കാണാം. ഇങ്ങനെ പരിപാടിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ 2 വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഒരെണ്ണം. ഇതാ ഇവിടെ ഈ സൈഡിൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലുണ്ട്. ചെറുതും വലുതുണ്ട്. ഷിക്കാര ബോട്ടുകളുണ്ട് ചെറുത്, പിന്നെ വലിയ ഹൗസ് ബോട്ടുകൾ ഒരുപാടുണ്ട്. രാവിലെ തന്നെ ഒരുപാട് പാസഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതലും ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പിന്നെ മഹാരാഷ്ട്ര, ഡൽഹി, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡേ ബോട്ടുകൾ ഇഷ്ടംപോലെ നേരത്തെ പോകാൻ കാണാൻ പറ്റും. ഇതാണ് രാവിലത്തെ ഇവിടെ വന്നാൽ ഈ ബ്രിഡ്ജിൽ വന്നാലുള്ള കാഴ്ച. അതെ, 2 ബോട്ട് അവിടെ ഇങ്ങോട്ട് അടിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്ന് അവിടെ നിന്ന് ടൂറിസ്റ്റുകളെ എടുക്കാൻ അതൊന്നും ആ ഹോട്ടലിൽ നിന്ന്. ഇതാ ഇതുവഴി വേറൊരു ബോട്ട് പോകുന്നുണ്ട്. അതാ പോകുന്നു. ഇതാണ് ഇതിൻ്റെ താഴെക്കൂടെയാണ്. താഴെക്കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഈ ബ്രിഡ്ജിന് അല്ലേ. കാണാൻ തന്നെ അതിൻ്റെ ഒരു ഡിസൈനും ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് സെറ്റപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നില്ലേ. കാണാൻ തന്നെ ഭംഗിയാണ്. ഇതിപ്പം ഒരു 7 മണി കഴിഞ്ഞേ ഉള്ളൂ. 7 മണി കഴിഞ്ഞ് 7:15 ആയിട്ടുള്ളൂ കറക്റ്റ് സമയം. അപ്പോൾ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഈ ബോട്ടിൽ കയറി ബോട്ടിങ്ങിനായിട്ട് പോകുന്നുണ്ട്. എനിക്ക് പല പാക്കേജായിട്ടാണ്, പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് പാക്കേജ്. ഇത് നമ്മളിങ്ങനെ ഈ ബ്രിഡ്ജ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിലോട്ട് കയറണമെങ്കിൽ താഴെ നിന്ന് തന്നെ കുറേ സ്റ്റെപ്പുകൾ, അത്യാവശ്യം ഒരു 2 നിലയുടെ അത്ര ഹൈറ്റ് ഉണ്ട്. സ്റ്റെപ്പ് കയറി വരണം. സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു കഴിയുമ്പോഴുള്ള കാഴ്ചയാണ് അടിപൊളി. അപ്പോൾ അതേപോലെ നിങ്ങളിങ്ങനെ ആലപ്പുഴ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോട്ടിങ്ങിനായിട്ട് വരുന്നവർ, അത് ബോട്ടിങ്ങിനും പിന്നെ മറ്റേ കുട്ടനാട് അങ്ങനെയുള്ള പാക്കേജൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ബോട്ട് സർവീസിൽ വരുന്ന ആൾക്കാർ അത് മാത്രം കണ്ടിട്ട് പോകരുത്. ഇത് അതിനടുത്തായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അവിടുന്ന് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ
1.5 കിലോമീറ്റർ ഇല്ല, മാക്സിമം പോയി ഒരു 1.5 കിലോമീറ്റർ അത്രയും വന്നാൽ മതി. അത്രയും വന്നു കഴിയുമ്പം അതായത് നമ്മുടെ ഗവൺമെൻറ് ബോട്ട് ജെട്ടിയുടെ അവിടുന്ന് ഓപ്പോസിറ്റ് നെഹ്റു ട്രോഫി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് വന്നാൽ മതി. ഇതിങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് വരും. എന്നിട്ട് നേരെ ലൊക്കേഷൻ ഇട്ടിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് നമ്മൾ ഈ ബ്രിഡ്ജിൽ കയറി ഏറ്റവും മുകളിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ താഴെ കൂടെ ഇഷ്ടം പോലെ ബോട്ടുകൾ പോകുന്നതാണ്. ബോട്ടുകൾ അതായത് ഗവൺമെൻറ് ബോട്ടുകൾ, സർവീസ് നടത്തുന്ന ബോട്ടുകൾ, പിന്നെ ഏറ്റവും കൂടുതലും ഈ ഹൗസ് ബോട്ടുകൾ തന്നെയാണ്. ഇവിടെ നോക്കി ഇഷ്ടം പോലെ എത്ര ഹൗസ് ബോട്ടുകൾ, അടുപ്പിച്ച് ഹൗസ് ബോട്ടുകൾ തന്നെയാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെ താഴെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ഇത് ഇപ്പോൾ ഈ താഴെ കിടക്കുന്ന ഈ ബോട്ടെന്ന് പറയുന്നത് ഇത് മറ്റേ ആലപ്പുഴ കോട്ടയം സർവീസ് അല്ലേ താഴെ കിടക്കുന്നത്. ഇത് ഏകദേശം മറ്റേ 7 മണിക്ക് ഓക്കെ. പക്ഷെ അത് അവിടുന്ന് എടുത്തായിരുന്നല്ലേ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ഒരു 7 മണിക്കാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇതുണ്ടോ ഫുള്ള് എന്തോരം ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത്, അടുപ്പിച്ച് നിരന്ന് കിടക്കുക. അതെ നമ്മൾ ഇന്നലെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ ബോട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ കായലിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ നിരന്നും ബോട്ടുകൾ കിടക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടിക്ക് സൈഡ് കൊടുക്കുന്ന പോലെ തന്നെ. പക്ഷെ അതെങ്ങനെ ഇതാണ്ടേ ഇതേ പറഞ്ഞപ്പോൾ ഈ ബ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ രാവിലെ വൈകിട്ട് വന്നാൽ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. വെയിലൊക്കെ താന്നല്ലോ, ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ വരിക അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വരിക, നല്ല അടിപൊളിയാണ്. 3 മണി കഴിഞ്ഞാൽ വെയിലൊക്കെ കുറഞ്ഞിട്ട് ഇതണ്ടേ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം. ബോട്ടുകൾ ഇഷ്ടം പോലെ ഇടയ്ക്ക് പറഞ്ഞ പോകുന്നു. ഒരെണ്ണം അല്ലേ ഇതിങ്ങനെ നേരത്തെ പൊക്കോണ്ടേ ഇരിക്കുക. ഒരെണ്ണം പോവുക, അടുത്തത് വരിക, വരിക. പക്ഷേ എനിക്കിത് ഹൗസ് ബോട്ടിൽ പോകണമെന്ന് താല്പര്യമുള്ളൂ. അതായത് നല്ല പാക്കേജ് എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ആകും. 4 പേർക്ക് ഞാൻ ഇടയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്ക് 4 പേർക്ക് ഏകദേശം 10,000 രൂപ. അതായത് രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകിട്ട് 5 മണി ആ സമയത്ത് തിരിച്ച് നമ്മളെ റിട്ടേൺ ഇവിടെ കൊണ്ടുവന്ന് വിടും. അന്ന് അങ്ങനെ തിരക്കിയപ്പോഴത്തേക്ക് 10,000 രൂപ പറഞ്ഞത് വിത്ത് ഫുഡ് അടക്കമാണേ. അതാ ഇത് അത്യാവശ്യം വലിയ ഹൗസ് ബോട്ടാണ് ഈ പോകുന്നത്. ഇപ്പം താഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വലിയ ഹൗസ് ബോട്ടാണ്. പക്ഷെ അതേണ്ട ഡബിൾ ഡെക്കർ പോലെ തന്നെ, അതായത് താഴെ ഒരു നില മുകളിൽ ഒരു നില. പിന്നെ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ, ഫുഡ്. എനിക്ക് ഇതാണെങ്കിൽ മറ്റേ ട്രാവൽ ഏജൻസി ഉണ്ടല്ലോ, ഏജൻസി വഴി എനിക്കൊന്ന് ഈ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അങ്ങനെ തന്നെ പാക്കേജ് എടുത്തിട്ടാണ് വരുന്നത്. കാരണം ഞാനിന്നലെ ഈ ഹൗസ് ബോട്ടിൻ്റെ ഒരു ടെർമിനലുണ്ട്, ആ ചമ്പക്കുളമൊക്കെ കഴിഞ്ഞിട്ടൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ താഴെ അവിടെയാണ് ഏറ്റവും കൂടുതലും എനിക്കൊന്ന് ഇവിടുത്തേക്കാട്ടി ബോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള അവിടെയാണ്. അപ്പോൾ അവിടെ എനിക്കൊന്ന് ഇഷ്ടം പോലെ ഈ ടൂറിസ്റ്റ് പാക്കേജ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ട്രാവൽ കമ്പനികളുണ്ട്, അടുപ്പിച്ച്. ഒറ്റ സൈഡിൽ തന്നെ 50 കൂടുതൽ ബോട്ട്, അങ്ങനെ 2 സൈഡിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഈ ബ്രിഡ്ജിൽ ഇത് നിങ്ങൾ ആലപ്പുഴ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്, അങ്ങനത്തെ ഒരു സ്പോട്ടാണ് ഇത്. ഇതിങ്ങനെ ആലപ്പുഴ നിങ്ങൾ കറങ്ങാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാത്ത, അതായത് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം റീൽസിലേക്ക് ഈ സംഭവം ഭയങ്കര വൈറലായിരുന്നു. ഇതിൻ്റെ 2 സൈഡിലെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡ് ഇത് കിഴക്കേ സൈഡാണ്, അവിടെ ആണെങ്കിൽ ബോട്ട് ജെട്ടിയാണ്, നമ്മുടെ സാധാ പാസഞ്ചർ ബോട്ടുകളൊക്കെ വരുന്നത്, യാത്രക്കാരൊക്കെ പോകുന്നത് അങ്ങനത്തെ ബോട്ട് ജെട്ടിയാണ് ഈ സൈഡ് താഴെ. പക്ഷേ അത് അധികം എനിക്കൊന്ന് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് പിന്നെ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നത്, അത് മറ്റേ ഈ മീൻ പിടിക്കാനും പിന്നെ അല്ലാതെ സാധനങ്ങളൊക്കെ മേടിക്കാനും അങ്ങനെയൊക്കെ പോകുമല്ലോ. പിന്നെ ഈ ഒരു സൈഡ് പടിഞ്ഞാറ സൈഡ് ഫുള്ള് ഹൗസ് ബോട്ടുകളാണ്. കാരണം ടൂറിസ്റ്റുകൾ ഈ സൈഡ് ഫുള്ള് അത്യാവശ്യം ഹോട്ടലുകളും പിന്നെ റിസോർട്ട്, ചെറിയ റിസോർട്ടുകൾ, വലുതല്ല അത്യാവശ്യം ചെറിയ റിസോർട്ടും ഹോട്ടൽ റൂം പിന്നെ ഹോം സ്റ്റേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ ഒരു സൈഡ് ഫുള്ള് കായലിൻ്റെ ഈ ഒരു സൈഡിൽ. അപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് റൂം എടുക്കുന്നതൊക്കെ അവിടെയൊക്കെയാണ്.
അതാണ് ഈ ബോട്ടുകൾ ഫുള്ള് ആ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെയാണ് ഇപ്പുറത്തെ സൈഡ് മറ്റേ ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. അതായത് താഴെ ഹൗസ് ഓണറും മുകളിൽ റൂം റെൻറ്റിന് കൊടുക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെയാണ് മറ്റേ കയാക്കിങ് അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് കുറേ കണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യം ക്യാമറയൊക്കെ എടുത്ത് ഓണാക്കി വന്നപ്പോഴത്തേക്ക് അവർ പോയി. ഇല്ല, സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് എൻജോയ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇത് എന്തായാലും നല്ല ഭംഗിയായിട്ടാണ് അവരിത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈനും ആ ഒരു പെയിൻറ്റിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫോട്ടോഷൂട്ടും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ലൊക്കേഷനാണ്. ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടി അടിപൊളി ഇവിടുത്തെ കാഴ്ചകളാണ്. ഇതാ താഴെ കൂടെ നമ്മളിങ്ങനെ അൺസ്റ്റോപ്പബിളാണ്, ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ പൊക്കോട്ടേ ഇരിക്കുക. ഇതൊക്കെ ഇവിടെ എനിക്കിത് ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകൾ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും അടുത്ത് ഇത്രയും ഒരുപാട് കാണാൻ പറ്റുന്നത് എനിക്കൊന്ന് ഈ ബ്രിഡ്ജിലാണ്, ഇവിടെ വന്നാലാണ്. നമ്മൾ സീക്കുട്ടനാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാക്കേജൊക്കെ എടുത്തിട്ട് അല്ലാതെ ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് കാണാം, പക്ഷേ അത് ഭയങ്കര അടുത്ത് കാണാം, പക്ഷേ അത് ഇത്രയും അധികം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ അല്ല, വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. നിങ്ങളൊരിക്കലും മിസ് ചെയ്യല്. ആലപ്പുഴയിൽ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടുമാണ്, ഒരു കാഴ്ചയാണിത്. നിങ്ങൾ ഒരു പൈസയും കൊടുക്കട്ടോ, ഇവിടെ ടിക്കറ്റ് എടുക്കാനോ അല്ല അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നേരെ വരിക, നേരെ സ്റ്റെപ്പിൽ കയറി നേരെ മുകളിലോട്ട് വന്നിട്ട് കാണാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ആലോചിച്ചത് ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവിടെ വരുന്നവരോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു സ്പോട്ടും നല്ല കാഴ്ചയായിരിക്കും, നല്ല അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിൽ അങ്ങനെ അധികം വന്നിട്ടില്ലാത്തവർ, ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ നല്ല അടിപൊളി അനുഭവമായിരിക്കും. ഒരിക്കലും നിങ്ങളിത് മിസ് ചെയ്യല്, തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കുക.